Hi friends, it's me Praveen. Welcome back to ChemTubes. നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക് സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ കൊളോയിഡ്സ് എന്ന സെക്ഷനാണ്. നമുക്ക് എന്താണ് കൊളോയിഡ്സ്? കൊളോയിഡ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നിങ്ങൾക്ക് പരിചിതമായ ട്രൂ സൊല്യൂഷൻസിനെ പറ്റിയും സസ്പെൻഷൻസിനെ പറ്റിയും ഓർമ്മപ്പെടുത്താം. എന്താണ് ട്രൂ സൊല്യൂഷൻസ്? നമ്മുടെ പഞ്ചസാര വെള്ളം അല്ലെ, പഞ്ചസാര വെള്ളം ട്രൂ സൊല്യൂഷൻ ആണ്. ട്രൂ സൊല്യൂഷൻസിന്റെ പ്രത്യേകത അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസ് വളരെ ചെറുതായിരിക്കും ട്രൂ സൊല്യൂഷൻസിൽ. തീരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും സൊല്യൂഷൻസിലുള്ളത്. നിങ്ങൾക്ക് കാണാൻ പോലും സാധിക്കാത്ത അത്ര ചെറിയ പാർട്ടിക്കിൾസ് ആണ് ട്രൂ സൊല്യൂഷൻസിലുള്ളത്. ദെൻ എന്താണ് സസ്പെൻഷൻസിന്റെ പ്രത്യേകത? സസ്പെൻഷൻസിന്റെ പ്രത്യേകത പാർട്ടിക്കിൾ സൈസ് വളരെ വലുതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ, ചെലുവെള്ളത്തിലേക്ക് പാർട്ടിക്കിൾസ് നിങ്ങൾ നോക്കിയ വലിയ പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ട്രൂ സൊല്യൂഷൻസിനും സസ്പെൻഷൻസിനും ഇടയിൽ പ്രോപ്പർട്ടീസ് ഉള്ള ആളുകളാണ് കൊളോയിഡ്സ്. സോ ഫ്രണ്ട്സ്, colloids are substances which have properties in between suspensions and true solutions. Suspensionsiനും true solutionsനും ഇടയിൽ പ്രോപ്പർട്ടീസ് ഉള്ള ആളുകളാണ് കൊളോയിഡ്സ്. നമ്മൾ പറഞ്ഞു ട്രൂ സൊല്യൂഷൻസിലെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ പോലും സാധിക്കില്ല. സസ്പെൻഷൻസിലെ പാർട്ടിക്കിൾ സൈസ് അല്പം വലുതാണ്. എന്നാൽ ട്രൂ സൊല്യൂഷൻസിനും സസ്പെൻഷൻസിനും ഇടയിൽ പാർട്ടിക്കിൾ സൈസ് ഉള്ള ആളുകളാണ് കൊളോയിഡ്സ്. ഒരു 1 to 1000 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും colloids particle size. So colloids are substances which have properties in between true solutions and suspensions. Colloids എന്ന് പറയുക, നോക്കൂ, ട്രൂ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അറിയാം ഹോമോജീനിയസ് മിക്സ്ചർ ആണല്ലേ, അതായത് ഏത് ഭാഗത്ത് നിങ്ങൾ നോക്കിയാലും ഒരേ സ്വഭാവം. സസ്പെൻഷൻസ് നിങ്ങൾക്ക് അറിയാം ഹെട്രോജീനിയസ് ആണ്. കൊളോയിഡ്സ് ആർ ആൾസോ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പൊ കൊളോയിഡ്സ് എന്താണ്? ഹെട്രോജീനിയസ് ആണ്. സോ കൊളോയിഡ്സ് ആർ ഹെട്രോജീനിയസ് സബ്സ്റ്റൻസസ് which have properties in between true solutions and suspensions, and their particle size lies between 1 to 1000 nanometer. Clear? ശരി, ഇനി കൊളോയിഡ്സ് നോക്കൂ, നിങ്ങളൊരു ട്രൂ സൊല്യൂഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ആ ട്രൂ സൊല്യൂഷനിൽ അളവിൽ കൂടുതലുള്ള ആളെ നമ്മൾ സോൾവെന്റ് എന്നും അളവിൽ കുറവുള്ള ആളെ സൊല്യൂട്ട് എന്നും വിളിക്കുമല്ലോ. ഇപ്പൊ പഞ്ചസാര വെള്ളത്തിൽ അളവിൽ കൂടുതലുള്ള ആള് വെള്ളമാണ്, സോ വെള്ളം സോൾവെന്റും, പഞ്ചസാര അളവിൽ കുറവാണ്, പഞ്ചസാര സൊല്യൂട്ടും ആണല്ലോ. അതുപോലെ കൊളോയിഡ്സിൽ അളവിൽ കൂടുതലുള്ള ആളെ വിളിക്കുന്ന പേര് dispersion medium. So the component which is in excess is called dispersion medium. അപ്പൊ അളവിൽ കുറവുള്ള ആളെ വിളിക്കുന്ന പേരെന്താ? അളവിൽ കുറവുള്ള ആളെ വിളിക്കുന്ന പേര് dispersed phase. The component which is in excess is called dispersion medium, and the component which is less in amount is called dispersed phase. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞത് colloids എന്താണെന്നാണ്. Colloids are substances which have properties in between true solutions and suspensions. They are heterogeneous mixtures. Their particle size lies between 1 to 1000 nanometer. Then കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടത് കൊളോയിഡ്സിൽ അളവിൽ കൂടുതലുള്ള ആളുകളെ ഡിസ്പേർഷൻ മീഡിയം എന്നും അളവിൽ കുറവുള്ള ആളുകളെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വിളിക്കും. അപ്പൊ അളവിൽ കൂടുതലുള്ള ആളുകൾ ഡിസ്പേർഷൻ മീഡിയം, കുറവുള്ള ആൾ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ശരി, എങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് പലതാവാമല്ലോ. ഇപ്പൊ ഡിസ്പേർഷൻ മീഡിയം സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ഗേഷ്യസ് സ്റ്റേറ്റിലോ ആകാം. ഇവർക്ക് രണ്ടുപേർക്കും പല ഫിസിക്കൽ സ്റ്റേറ്റ്സ്, പല ഭൗതികാവസ്ഥകൾ സാധ്യമാണ്. സോ ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ആസ്പദമാക്കി നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഇനി പറയുക കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ physical state of dispersion medium and dispersed phase. അപ്പൊ നോക്കൂ കൂട്ടുകാരെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പെർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം പറയുക. നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ ഡിസ്പേർഷൻ മീഡിയം സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആകാം. ശരി, അങ്ങനെയെങ്കിൽ ആദ്യ സ്റ്റെപ്പ് നോക്കൂ. ഡിസ്പേർഷൻ മീഡിയം സോളിഡ് ആകുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തിരിക്കുന്നു. അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരൊക്കെയാകാം? സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. രണ്ടാമത് ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആയിരിക്കുന്ന ഒരു സെറ്റ്. അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരാവാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആകാം. മൂന്നാമത്തെ സെറ്റ് ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണ്. അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരാകാം? സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകില്ല.
കാരണം ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും രണ്ടും ഗ്യാസായി വന്നാൽ അത് കൊളോയിഡ് ആയിരിക്കില്ല. പാർട്ടിക്കിൾസ് തീരെ ചെറുതായിരിക്കും. അത് മിക്കവാറും സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ കൂട്ടുകാരെ നോക്കൂ, നമ്മളുടെ കോമ്പിനേഷൻ നമുക്ക് മൊത്തം 8 എണ്ണമാണ്. ആദ്യത്തേത് സോളിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, ഗ്യാസ് ഇൻ സോളിഡ്. അതെന്താ സോളിഡ് ഇൻ സോളിഡ് എന്ന് പറയാൻ കാരണം? ഡിസ്പേർഷൻ മീഡിയം അളവിൽ കൂടുതലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് അളവിൽ കുറവാണ്. അപ്പൊ സോളിഡ് കുറച്ച്, സോളിഡ് കൂടുതൽ. അപ്പൊ സോളിഡ് ഇൻ സോളിഡ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? ലിക്വിഡ് ഇൻ സോളിഡ്. ഇതെങ്ങനെയായിരിക്കും? ഗ്യാസ് ഇൻ സോളിഡ്. അപ്പൊ ഇതെങ്ങനെ വായിക്കണം? സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പൊ ഇതെങ്ങനെ വായിക്കും? സോളിഡ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്. നോക്കൂ, സോളിഡ് ഇൻ സോളിഡ് എന്ന് പറഞ്ഞാൽ അതായത് കുറഞ്ഞ അളവിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസും കൂടിയ അളവിലുള്ള ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആണ്. അതാണ് സോളിഡ് ഇൻ സോളിഡ്. ടൈപ്പ് ഓഫ് കൊളോയിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് സോളിഡ് സോൾ. സോൾ സിംപിളി മീൻസ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ടൈപ്പ് ഓഫ് കൊളോയിഡിന്റെ പേരെന്താ? സോളിഡ് സോൾ. എക്സാമ്പിൾ നോക്കൂ, കളേർഡ് ഗ്ലാസസ്. അപ്പോ നോക്കൂ, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ് ആണ്. അപ്പൊ കുറഞ്ഞ അളവിലുള്ള ആളും സോളിഡ് ആണ്, കൂടിയ അളവിലുള്ള ആളും സോളിഡ് ആണ്. അങ്ങനെ രണ്ടും സോളിഡ് ആയിരിക്കുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡിന്റെ പേര് സോളിഡ് സോൾ. പിന്നെ എക്സാമ്പിൾ കളേർഡ് ഗ്ലാസസ്. അപ്പൊ അവിടെ ഗ്ലാസ് സോളിഡ് സ്റ്റേറ്റിലാണ്, അതിനകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്ന കളറിന് കാരണമായ ആളും സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. സോ സോളിഡ് ഇൻ സോളിഡ്. ഞാൻ അടുത്തത് ലിക്വിഡ് ഇൻ സോളിഡ്. അളവിൽ കുറവുള്ളയാൾ ലിക്വിഡ്, അളവിൽ കൂടുതലുള്ള ആൾ സോളിഡ്. നോക്കൂ, അപ്പൊ കൂടുതൽ സോളിഡിൽ കുറച്ച് ലിക്വിഡ് ചേർന്നിരിക്കുന്ന കൊളോയിഡൽ സൊല്യൂഷൻ ഏതാ? ജെൽ എന്ന് പറയും. ജെല്ല് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ സോളിഡ് കൂടുതലും ലിക്വിഡ് കുറവാ, അതൊരു കൊളോയിഡൽ സ്റ്റേറ്റ് ഇല്ല. എക്സാമ്പിൾ ജെല്ലീസ്. ദെൻ ഗ്യാസ് ഇൻ സോളിഡ്. അപ്പൊ സോളിഡ് കൂടുതലും ഗ്യാസ് കുറവാ. അപ്പൊ കൂടുതൽ സോളിഡിൽ ഗ്യാസ് ട്രാപ്പ് ചെയ്തിരിക്കുന്നു. പിമി സ്റ്റോണുകളിലെ പോലെ ശിലകൾ, അഗ്നികുല ശിലകളെ കണ്ടിട്ടില്ല, അതുപോലെ സ്റ്റോണുകളിൽ, കല്ലുകളിൽ ഗ്യാസ് ട്രാപ്പ് ചെയ്തിരിക്കും. സോ സോളിഡിൽ ഗ്യാസ് ട്രാപ്പ് ചെയ്തിരിക്കും. ഗ്യാസ് ഇൻ സോളിഡ്. കൂടുതൽ സോളിഡ്, കുറച്ച് ഗ്യാസ്. സോ ഗ്യാസ് ഇൻ സോളിഡ്. ആ ടൈപ്പ് ഓഫ് കൊളോയിഡിനെ നമ്മൾ വിളിക്കുന്ന ഒരു സോളിഡ് സോൾ ആണ്. എക്സാമ്പിൾ പിമി സ്റ്റോൺ. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ സോളിഡ് ഇൻ ലിക്വിഡ്. അതായത് കൂടുതൽ ലിക്വിഡ്, കുറച്ച് സോളിഡ്. ലിക്വിഡ് കൂടിയിരിക്കുന്നു, അവിടെ കുറച്ച് സോളിഡ് മിക്സ് ആയിരിക്കുന്നു, പെയിന്റിലെ പോലെ അല്ലെ. ലിക്വിഡ് കൂടുതലാ, കുറച്ച് സോളിഡ്. എക്സാമ്പിൾ പെയിന്റ്. ടൈപ്പ് ഓഫ് കൊളോയിഡ് നമ്മൾ വിളിക്കുന്നത് സോൾ. ദെൻ ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആയിരിക്കാം. നോക്കൂ, നിങ്ങൾ പാല് പരിഗണിച്ച, മിൽക്ക് എക്സാമ്പിൾ ആയ പാല് പരിഗണിച്ച, നോക്കൂ, പാല് പരിഗണിച്ചാൽ പാലിൽ വാട്ടർ ആണ് ഡിസ്പേർഷൻ മീഡിയം, അത് ലിക്വിഡ് സ്റ്റേറ്റില്ല. ഓയിൽ ആയിട്ടുള്ള ഓയിലി പാർട്ടാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, അതും ലിക്വിഡ് സ്റ്റേറ്റില്ല അല്ലെ. അപ്പൊ രണ്ട് ലിക്വിഡ് സ്റ്റേറ്റില്ല. അളവിൽ കൂടുതലുള്ള വെള്ളവും അളവിൽ കുറവുള്ള ഓയിലി പാർട്ട് ലിക്വിഡ് സ്റ്റേറ്റില്ല. സോ ഇറ്റ് ഈസ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. അപ്പൊ അത് എമൽഷൻ എന്ന് പറയും. സോ എമൽഷൻ എന്നാണ് ആ ടൈപ്പ് ഓഫ് കൊളോയിഡിനെ വിളിക്കുക. അപ്പൊ ഓർത്തോളൂ, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണ്, നമുക്കിനി പറയേണ്ടി വരും. സോ എമൽഷൻസ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ഇൻ വിച്ച് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ലിക്വിഡ്സ്. എക്സാമ്പിൾ മിൽക്ക്. ദെൻ ഗ്യാസ് ലിക്വിഡ്. ലിക്വിഡ് ഇത്തിരി കൂടുതലാണ്, അതിൽ ഗ്യാസ് ട്രാപ്പ് ചെയ്തിരിക്കണം. ലിക്വിഡിൽ ഗ്യാസ് ട്രാപ്പ് ചെയ്താൽ അത് പതയായിട്ട് മാറും, ഫ്രോത്ത് പോലെ. എക്സാമ്പിൾ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് കൊളോയിഡിന്റെ പേര് ഫോം. ഓക്കെ. ദെൻ സോളിഡ് ഇൻ ഗ്യാസ്. ഗ്യാസ് കൂടുതൽ, അതിൽ കുറച്ച് സോളിഡ് തങ്ങിയിരിക്കണം. എയറോസോൾ, സ്മോക്ക്. നോക്കൂ, പുക നിങ്ങൾ പരിഗണിച്ചാൽ അവിടെ ഗ്യാസിനുള്ളിൽ സോളിഡ് ട്രാപ്പ് ചെയ്തിരിക്കുക. ഓക്കെ. അപ്പൊ അവിടുത്തെ സോളിഡ് ഇൻ ഗ്യാസിന്റെ ടൈപ്പ് ഓഫ് കൊളോയിഡിന്റെ പേര് എയറോസോൾ. സ്മോക്ക് ഒരു എക്സാമ്പിൾ ആണ്. സ്മോക്ക് പുകയിൽ സോളിഡ് ട്രാപ്പ് ചെയ്തിരിക്കുക. അപ്പൊ ഗ്യാസിൽ സോളിഡ് ട്രാപ്പ് ചെയ്തിരിക്കുന്ന സ്മോക്ക് ആണ് എക്സാമ്പിൾ. ദെൻ ലിക്വിഡ് ഇൻ ഗ്യാസ്. ഗ്യാസ് കൂടുതലും ലിക്വിഡ് കുറവും. ലിക്വിഡ് ഇൻ ഗ്യാസ്. അപ്പോ ഗ്യാസിൽ ലിക്വിഡ് ട്രാപ്പ് ചെയ്തിരിക്കുന്നു, മഞ്ഞിലെ പോലെ, ഫോഗിലെ പോലെ. ടൈപ്പ് ഓഫ് കൊളോയിഡിന്റെ പേര് എയറോസോൾ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞത് ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തെയും ആസ്പദമാക്കി നമ്മൾ കൊളോയിഡ്സിനെ 8 ആക്കി തിരിച്ചു. ഏതൊക്കെയാണ് നമ്മൾ ആ 8 ക്ലാസിഫിക്കേഷൻ നോക്കിയ കൂട്ടുകാരെ? സോ ആദ്യത്തേത് സോളിഡ് ഇൻ സോളിഡ്, ദെൻ ലിക്വിഡ് ഇൻ സോളിഡ്, ദെൻ ഗ്യാസ് ഇൻ സോളിഡ്. അപ്പൊ അടുത്ത ഏതാ? സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പൊ അടുത്ത ഏതാ? സോളിഡ് ഇൻ ഗ്യാസ്, ദെൻ ലിക്വിഡ് ഇൻ ഗ്യാസ്. അപ്പൊ കൂട്ടുകാരെ ശ്രദ്ധിച്ച്, സോളിഡ് ഇൻ സോളിഡിന്റെ ടൈപ്പ് ഓഫ് കൊളോയിഡ് സോളിഡ് സോൾ. എക്സാമ്പിൾ കളേർഡ് ഗ്ലാസസ്. ലിക്വിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ സോളിഡ് ഇൻ സോൾഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡ് സോളിഡ് സോൾ. എക്സാമ്പിൾ കളേർഡ് ഗ്ലാസസ്. ലിക്വിഡ് ഇൻ സോൾഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡ് ജെല്ലാണ്. എക്സാമ്പിൾ ജെല്ലീസ്. ഗ്യാസ് ഇൻ സോൾഡ് എന്ന് പറയുന്നത് സോളിഡ് സോൾ. ദെൻ എക്സാമ്പിൾ പിമി സ്റ്റോൺ. ദെൻ സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് ഓഫ് കൊളോയിഡ് സോൾ. എക്സാമ്പിൾ പെയിന്റ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് ഓഫ് കൊളോയിഡ് എമൽഷൻ. എക്സാമ്പിൾ മിൽക്ക്. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് ഓഫ് കൊളോയിഡ് ഫോം, ഫ്രോത്ത്. അപ്പൊ നോക്കൂ, സോളിഡ് ഇൻ ഗ്യാസ് എയറോസോൾ ആണ് ടൈപ്പ് ഓഫ് കൊളോയിഡ്. എക്സാമ്പിൾ സ്മോക്ക്. ലിക്വിഡ് ഇൻ ഗ്യാസ് എയറോസോൾ ആണ് ടൈപ്പ് ഓഫ് കൊളോയിഡ്. എക്സാമ്പിൾ ഫോഗ്. സോ ഇങ്ങനെയാണ് കൊളോയിഡ്സിനെ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുക. കൂട്ടുകാരെ, ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്.
ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള നേച്ചർ ഓഫ് അഫിനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് ചെയ്തല്ലോ. നമുക്ക് ഇതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയവും പരസ്പരം തമ്മിലുള്ള അഫിനിറ്റിയുടെ ബേസിൽ നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണോ നോക്കണേ കൂട്ടുകാരെ. അങ്ങനെ നമുക്ക് കൊളോയിഡ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലായിരുന്നു? ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിലായിരുന്നു അല്ലെ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിലായിരുന്നു. അപ്പൊ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിലാണ് നമ്മൾ ആദ്യം കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തത്. സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൂട്ടുകാരെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. കൂട്ടുകാരെ, നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുക നേച്ചർ ഓഫ് അഫിനിറ്റി അല്ലെ. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും അളവിൽ കുറവുള്ള ആളും അളവിൽ കൂടുതലുള്ള ആളും തമ്മിലുള്ള നേച്ചർ ഓഫ് അഫിനിറ്റിയുടെ ബേസിൽ നിങ്ങൾക്ക് കൊളോയിഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? കൂട്ടുകാരെ, നമുക്ക് കൊളോയിഡ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് നോക്കണേ. നമ്മൾ അങ്ങനെ കൊളോയിഡ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് അഫിനിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെയാണ് നോക്കണേ. ഒന്ന് ലയോഫിലിക് കൊളോയിഡ്സ്, ലയോഫിലിക് കൊളോയിഡ്സ്. സെക്കൻഡ് വൺ ലയോഫോബിക് കൊളോയിഡ്സ്. അപ്പൊ ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. എന്താണ് ലയോഫിലിക് കൊളോയിഡ്സ്? ഫിലിക് മീൻസ് ലവിങ് എന്നാണ് കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ലവിങ് ഇന്ററാക്ഷനാണ് അല്ലെ. അപ്പൊ നല്ല ഇന്ററാക്ഷനാണ്. സോ ഹിയർ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹാവ് മോർ ഇന്ററാക്ഷൻ ടുവാർഡ് ഡിസ്പേർഷൻ മീഡിയം. ദെൻ അപ്പൊ എന്തായിരിക്കും? ഫോബിക്, ലയോഫോബിക് കൊളോയിഡ്സ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഹേറ്റിംഗ്, ഭയം എന്നൊക്കെ എല്ലാവർക്കും. അപ്പൊ ഹേറ്റിംഗ് ഇന്ററാക്ഷൻ ആണ്, നല്ല ഇന്ററാക്ഷൻ അല്ല ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ. അപ്പൊ കൂട്ടുകാരെ, ലയോഫിലിക് കൊളോയിഡ്സ് dispersed face have more affinity towards dispersion medium and in lyophobic അപ്പൊ ലയോഫിലിക് കൊളോയിഡ്സ് നമ്മൾ പറഞ്ഞ dispersed face have more affinity towards dispersion medium, but in lyophobic colloids dispersed face have lesser affinity towards dispersion medium. dispersed face and dispersion medium കുറച്ച് affinity കാണും. ഇനി ലയോഫിലിക്കിൽ dispersed face and dispersion medium തമ്മിൽ നല്ല affinity എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലും അതിനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ചുമ്മാ എടുത്ത് റീമിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എക്സാമ്പിൾ നിങ്ങളുടെ സ്റ്റാർച്ച് ഒക്കെ പോലെ. അപ്പൊ നോക്കൂ, ആ സ്റ്റാർച്ച് റബ്ബറൊക്കെ പോലെ ലയോഫിലിക് കൊളോയിഡ്സിന്റെ പ്രത്യേകത ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് നല്ല ഇന്ററാക്ഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തെയും ഒരിക്കൽ സെപ്പറേറ്റ് ചെയ്താലും വീണ്ടും ചുമ്മാ റീമിക്സ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ശരി. ദെൻ എന്താണ് ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രത്യേകത? നിങ്ങളുടെ മെറ്റൽ സൾഫൈഡ്സ് ഒക്കെ പോലെയുള്ള കൊളോയിഡ്സ് ആണുള്ള. നമ്മൾ പറഞ്ഞല്ലോ ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഡിസ്പേർഷൻ മീഡിയമായിട്ട് എന്തായിരിക്കും? ലെസർ അഫിനിറ്റി, നല്ല അഫിനിറ്റി കാണില്ല. അപ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാൽ വീണ്ടും നിങ്ങൾക്ക് ഇതിനെ പഴയതുപോലെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഈ ഫോൺ സെപ്പറേറ്റഡ് they cannot be simply reconstituted by remixing. നിങ്ങൾക്ക് അതിനെ they cannot be reconstituted by simply remixing. അങ്ങനെ വേണം പറയാൻ അല്ലേ. നിങ്ങൾക്ക് ഇതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ റീമിക്സ് ചെയ്ത് പഴയ കണക്കാക്കാൻ പറ്റില്ല. നിങ്ങളൊരു സ്റ്റെബിലൈസിംഗ് ഏജന്റിനെയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ കൂട്ടുകാരെ, കൊളോയിഡ്സിനെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള നേച്ചർ ഓഫ് അഫിനിറ്റിയുടെ ബേസിൽ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ നല്ല അഫിനിറ്റി ഉള്ള സ്റ്റാർച്ച് പോലെയുള്ള കൊളോയിഡുകളാണ് ലയോഫിലിക് കൊളോയിഡ്സ്. ഒരിക്കൽ സെപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ റീമിക്സ് ചെയ്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ലയോഫോബിക് കൊളോയിഡ്സിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ ഹേറ്റിംഗ് ഇന്ററാക്ഷൻ ആയിരിക്കും. ഒരിക്കൽ നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ അതിനെ സിമ്പിളായി റീമിക്സ് ചെയ്താൽ അത് പഴയതുപോലെ ആകില്ല. സോ അവിടെ നിങ്ങളൊരു സ്റ്റെബിലൈസിംഗ് ഏജന്റിനെയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് അഫിനിറ്റി. അപ്പൊ കൂട്ടുകാരെ, ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ നമ്മൾ കൊളോയിഡ്സിനെ 8 ആയി തിരിച്ചിരുന്നു. സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, ഗ്യാസ് ഇൻ സോളിഡ്, ദെൻ സോളിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്, ദെൻ സോളിഡ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്. അങ്ങനെ 8 ആയി തിരിച്ചു. അതിന്റെ നേച്ചർ ഓഫ് അഫിനിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ 2 ആയി തിരിച്ചു. ഏതൊക്കെയാ 2 ഒന്ന് ലയോഫിലിക് കൊളോയിഡ്സ്, 2 ലയോഫോബിക് കൊളോയിഡ്സ്. ശരി കൂട്ടുകാരെ, ഇനി മൂന്നാമതായി നമ്മൾ ക്ലാസിഫൈ ചെയ്യുക പാർട്ടിക്കിൾ സൈസിന്റെ ബേസിലാണ്. പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യുക 3 ആയിട്ടാണ്. ഫസ്റ്റ് വൺ മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്.
മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്. സെക്കൻഡ് വൺ രണ്ടാമത് പറയുക മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്. മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്. മൂന്നാമതായി പറയുക അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അപ്പൊ നമ്മൾ മൂന്നായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു. മാക്രോമോളിക്കുലാർ, മൾട്ടിമോളിക്കുലാർ ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എന്താ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്? നമ്മൾ പറഞ്ഞല്ലോ കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ് ഒരു 1 to 1000 നാനോമീറ്റർ റേഞ്ചിലായിരിക്കണം. മാക്രോമോളിക്കുലാർ കൊളോയിഡ്സിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാക്രോമോളിക്യൂൾസ് ആയിരിക്കും. കൊളോയിഡൽ പാർട്ടിക്കിൾസ് വലുതായിരിക്കും. their size falls in colloidal range. അവരുടെ സൈസ് ഏത് റേഞ്ചിൽ തന്നെ ആയിരിക്കും? കൊളോയിഡൽ റേഞ്ചിലായിരിക്കും. ഇതാ ഒരു എക്സാമ്പിൾ താഴത്തെയും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വലിയ പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസിന്റെ സൈസ് കൊളോയിഡൽ റേഞ്ചിനകത്ത് 1 to 1000 നാനോമീറ്ററിൽ നിൽക്കുന്നവയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സിനെ പറ്റി പറയുക. മാക്രോമോളിക്യൂൾസ് ഇൻ സ്യൂട്ടബിൾ സോൾവെന്റ്സ് ഫോംസ് കൊളോയിഡ്സ് ദാറ്റ് ഹാവ് പാർട്ടിക്കിൾ സൈസ് ഇൻ കൊളോയിഡൽ റേഞ്ച് എന്നാണ്. അപ്പൊ വലിയ മോളിക്യൂൾസ് ആണ് അല്ലെ. ഈ വലിയ മോളിക്യൂൾ സ്യൂട്ടബിൾ സോൾവെന്റിലായിരിക്കുമ്പോൾ അത് കൊളോയിഡ്സ് ആണ്. മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. എന്തുകൊണ്ടാണ്? വലിയ മോളിക്യൂൾസ് ഒരു പ്രത്യേക സോൾവെന്റിൽ അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയത്തിലായിരിക്കുമ്പോൾ, വലിയ മോളിക്യൂൾ ഒരു ഡിസ്പേർഷൻ മീഡിയത്തിലായിരിക്കുമ്പോൾ ആ കൊളോയിഡിന്റെ പ്രത്യേകത എന്താ? ആ കൊളോയിഡിന്റെ പ്രത്യേകത പാർട്ടിക്കിൾ സൈസ് വലുതാ. അത് കറക്റ്റ് കൊളോയിഡ് റേഞ്ച് നിൽക്കും. അപ്പൊ വലിയ പാർട്ടിക്കിൾസ് മാക്രോമോളിക്യൂൾസ് ആയിരിക്കും ഇവിടെ കൊളോയിഡിലെ പാർട്ടിക്കിൾസ്. ഇവിടെ മാക്രോമോളിക്യൂൾസ് ആയിരിക്കും കൊളോയിഡിലെ പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾ സൈസ് 1 to 1000 നാനോമീറ്റർ റേഞ്ചിലായിരിക്കുകയും ചെയ്യും. ദെൻ വാട്ട് അബൌട്ട് മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്? ഒന്ന് നോക്കിയ കൂട്ടുകാരെ, അവിടെ പാർട്ടിക്കിൾ സൈസ് തീരെ ചെറുതായിരിക്കും. നമുക്ക് ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അവ ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ പിന്നെ അതെങ്ങനെ കൊളോയിഡായി മാറും? ആ ചെറിയ പാർട്ടിക്കിൾസ് കുറച്ചെണ്ണം കൂടിച്ചേരൂടെ. നോക്കിക്കേ, അപ്പൊ എന്ത് സംഭവിച്ചു? പാർട്ടിക്കിൾ സൈസ് ചെറുതാണ്, പക്ഷേ കുറച്ചധികം പാർട്ടിക്കിൾസ് കൂടി ചേർന്നു. അപ്പൊ അതെന്തായി? കൊളോയിഡ്സ് ആയി. കണ്ടോ അല്ലെ? ഹിയർ ലാർജ് നമ്പർ ഓഫ് സ്മാൾ മോളിക്യൂൾസ് അഗ്രിഗേറ്റ്സ് ടു ഫോം പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് സൈസ് ഇൻ കൊളോയിഡ് റേഞ്ച്. ഇവിടെ കുറെ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് ഇതുപോലെ കൊളോയിഡൽ റേഞ്ചിലുള്ള പാർട്ടിക്കിൾ സൈസിലേക്ക് എത്തി നിൽക്കുന്നു. ക്ലിയർ? അപ്പൊ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സിൽ ആൾറെഡി കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഏത് റേഞ്ചിലാണ്? കൊളോയിഡൽ റേഞ്ചിലാണ്. പക്ഷേ മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സിലോ ആ പാർട്ടിക്കിൾ സൈസ് ആൾറെഡി കൊളോയിഡൽ റേഞ്ചിലല്ല, പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ കുറെ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് അവർ കൊളോയിഡായിട്ട് നിൽക്കുന്നുണ്ട്. ശരി. ദെൻ അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ പ്രത്യേകത, ഇവർ ലോ കോൺസെൻട്രേഷൻ കൊളോയിഡ്സ് അല്ല, ബട്ട് ഹയർ കോൺസെൻട്രേഷൻ കൊളോയിഡ് ആണ്. സോ കൊളോയിഡ്സ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ, അതായത് ചില ടൈപ്പ് ഓഫ് കൊളോയിഡ്സിന്റെ പ്രത്യേകത, അവർ ലോവർ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, സാധാ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഹയർ കോൺസെൻട്രേഷനിൽ അവിടുത്തെ കുറെ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് അവർ കൊളോയിഡൽ റേഞ്ചിലേക്ക് നിൽക്കും. അപ്പൊ അസോസിയേറ്റ് ചെയ്ത് നിൽക്കും. മൾട്ടിമോളിക്കുലാർ പോലെയുള്ള അസോസിയേഷൻ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പരിഗണിക്കുന്നത്. സോ അത് നമുക്ക് എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. അപ്പൊ തൽക്കാലം ഇങ്ങനെ പഠിക്കൂ. അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ഇൻ ദേ ബിഹേവ്സ് as normal electrolytes at lower concentration but behaves as colloids at higher concentration. അപ്പോ സാധാരണ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടും എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ കൊളോയിഡ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നവയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എക്സാമ്പിൾ നോക്കണേ. മാക്രോമോളിക്കുലാർ കൊളോയിഡ്സിന് എക്സാമ്പിൾസ് നിങ്ങളുടെ പോളിമേഴ്സ് അല്ല. ഇപ്പൊ നിങ്ങളുടെ സ്റ്റാർച്ച്, അതുപോലെ സെല്ലുലോസ്, ദെൻ ചില എൻസൈംസ്, ഇങ്ങനെ വരുന്ന പോളിമേഴ്സ് എല്ലാം എന്തായിരിക്കും? വലിയ മോളിക്യൂൾസ്, മാക്രോമോളിക്യൂൾസ്. പോളിമേഴ്സിലെ മോളിക്യൂൾസ് മാക്രോമോളിക്യൂൾസ് അല്ല, അപ്പൊ അതെല്ലാം മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ആയിരിക്കും. ദെൻ മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്, നിങ്ങൾ സൾഫറിന്റെ കൊളോയിഡൊക്കെ പരിഗണിച്ച് സൾഫറൊക്കെ 8 സൾഫർ ആറ്റമൊക്കെ ചേർന്നാലേ ഒരു കൊളോയിഡൽ സൈസിലേക്ക് എത്താൻ പറ്റും. അപ്പൊ സൾഫർ കണക്കുള്ള കൊളോയിഡ്സിൽ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നായിരിക്കും ഒരു കൊളോയിഡ് ആയിരിക്കും. ദെൻ അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ സോപ്പ് പതയുന്നതാണ്. സോപ്പ് മിസല്ലേ ഫോർമേഷൻ, സോപ്പ് പതയുണ്ടാകുന്ന മിസല്ലേ സോപ്പ് പത. സോപ്പ് പതയുന്നതാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ. അപ്പൊ കൂട്ടുകാരെ, കൊളോയിഡ്സിനെ നമ്മൾ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യം 8ആയി ക്ലാസിഫൈ ചെയ്തു. ദെൻ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള നേച്ചർ ഓഫ് അഫിനിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തു, ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് 3ആയി ക്ലാസിഫൈ ചെയ്തു, മാക്രോമോളിക്കുലാർ, മൾട്ടിമോളിക്കുലാർ, ദെൻ അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ശരി, ഇതിൽ ഞാൻ അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞുതരാം. ശരി, നോക്കൂ കൂട്ടുകാരെ, അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പറയാണ്. സോപ്പ് മിസല്ലേ ഫോർമേഷൻ, സോപ്പ് പതയുന്നത്.
നിങ്ങൾക്കറിയാം സോപ്പ് എന്ന് പറയുന്നത് ഹയർ ഫാറ്റി ആസിഡിന്റെ സോഡിയം സാൾട്ട് ആണ് അല്ലെ. അത് നമ്മൾ എന്താ നോക്കി, ഇപ്പൊ സോഡിയം സ്റ്റീറേറ്റ് സോപ്പ് എടുക്കാം, C17H35COON. 17 കാർബൺ 35 ഹൈഡ്രജൻ എന്ന് വെച്ചാൽ CH3 CH2 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 ഇങ്ങനെ കാർബൺ CH3 CH2 ഇങ്ങനെ പോകണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനെ ചുരുക്കി എഴുതുമ്പോൾ C17 17 കാർബൺ 35 ഹൈഡ്രജൻ COON സോഡിയം സ്റ്റീറേറ്റ് അല്ലെ. അപ്പൊ സ്റ്റീറിക് ആസിഡിന്റെ സോഡിയം സാൾട്ട് ആയത് സോപ്പിനെ നിങ്ങളെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു, എന്ത് സംഭവിക്കും? ഇത് ഇവിടെ വെച്ച് രണ്ടായി ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ ആരൊക്കെയായിട്ട് മാറും? C17H35CO- Na+ ആയിട്ട് മാറും. ശരി, ഞാൻ ഈ പാർട്ടാണ് സോപ്പിന്റെ വർക്കിംഗ് പാർട്ട് ഇതെങ്ങ് എടുക്കുകയാണ്. ഇതെടുക്കുമ്പോൾ C17H35 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CH3 CH2 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 കൊണ്ട് വലിയ ചെയിൻ ആണല്ലോ. അതിന്റെ എൻഡിലാണ് CO- ഇരിക്കുന്നത്. ഞാൻ ആ വലിയ ചെയിനെ ഇങ്ങനെ ടെയിൽ കണക്ക് കാണിക്കുന്നു. എൻഡിലിരിക്കുന്ന CO- ഇതൊരു ഹെഡ് ആക്കി കാണിക്കുന്നു. അപ്പൊ C17H35 എന്ന് പറയുന്ന വലിയ ഹൈഡ്രോ കാർബൺ ചെയിൻ C17H35 എന്ന് പറയുന്ന വലിയ ഹൈഡ്രോ കാർബൺ ചെയിനെ ടെയിലാക്കിയും CO- എൻഡിനെ ഹെഡ് ആക്കിയും കാണിച്ചു. അപ്പൊ ഇതൊരു ഹൈഡ്രോ കാർബൺ പാർട്ട്, ഇതൊരു അയോണിക് ഹെഡ്. ക്ലിയർ? നിങ്ങൾ ഈ സോപ്പ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കുന്നു? ഹൈഡ്രോ കാർബൺ പാർട്ട് ഹൈഡ്രോഫോബിക്ക. ഹൈഡ്രോ കാർബൺ പാർട്ട് വാട്ടർ റിപ്പലന്റ്, ഹൈഡ്രോഫോബിക്ക. അത് വെള്ളത്തിൽ നിന്ന് അകന്നേക്കും. കാണുന്നുണ്ടല്ലോ. അയോണിക് പാർട്ട് വെള്ളവുമായിട്ട് കോണ്ടാക്ട് നിൽക്കും. നിങ്ങൾ സോപ്പ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ അയോണിക് പാർട്ട് വാട്ടർ സർഫസിൽ നിൽക്കും. ഹൈഡ്രോ കാർബൺ പാർട്ട് സ്റ്റേസ് അവേ ഫ്രം ദി വാട്ടർ സർഫസ് സിൻസ് ഇറ്റ് ഈസ് ഹൈഡ്രോഫോബിക്. അങ്ങനെ നിൽക്കും. ഇനി ഞാൻ കൂടുതൽ സോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്താൽ, അതായത് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ കൂട്ടുകാരെ നോക്കൂ, ഇതിനകത്തേക്ക് ഒത്തിരി സോപ്പ് മോളിക്യൂൾസ് ഇതുപോലെ വരും. അപ്പൊ മുകളിൽ ഇനിയും സോപ്പ് മോളിക്യൂൾസ് ഇവരെന്ത് ചെയ്യും? താഴേക്ക് തള്ളി ഇറക്കപ്പെടും. അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ നോക്കി താഴെ എത്തി. ഇതങ്ങ് താഴേക്ക് ഇറങ്ങി. താഴെ എത്തുമ്പോഴും അയോണിക് പാർട്ട് മാത്രമേ വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടൂ. ഹൈഡ്രോ കാർബൺ പാർട്ടിന് ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നോക്കൂ, നിങ്ങളുടെ ചെറിയ സോപ്പ് മോളിക്യൂൾസ് ചേർന്ന് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഫോം ചെയ്യും. അതായത് ഒരു ബബിൾ പോലെ, ഒരു കുമിള പോലെ ഫോം ചെയ്യും. എന്നിട്ട് അതിന്റെ സർഫസിലെല്ലാം ഈ അയോണിക് പാർട്ടിനെ നടത്തും. ഹൈഡ്രോ കാർബൺ പാർട്ട് ഉള്ളിലേക്ക് നിൽക്കും. നോക്കൂ, കാണുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ഹൈഡ്രോ കാർബൺ പാർട്ട് ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ വാട്ടറിനുമായിട്ട് ഹീറ്റിംഗ് ഇന്ററാക്ഷൻ ആയതുകൊണ്ട് ഇതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ഫോം ചെയ്യും, ഒരു ബബിൾ ഫോം ചെയ്യും. ആ ബബിളിന്റെ സർഫസ് മുഴുവൻ നിങ്ങളുടെ അയോണിക് പാർട്ടായിരിക്കും. ഉള്ളിലേക്ക് ആരായിരിക്കും? ഹൈഡ്രോ കാർബൺ പാർട്ടായിരിക്കും. അപ്പൊ നിങ്ങളൊരു ബബിൾ സങ്കല്പിച്ച് അതിന്റെ സർഫസ് മുഴുവൻ ആരായിരിക്കും? ഈ അയോണിക് പാർട്ടായിരിക്കും. ഉള്ളിലേക്ക് ആരായിരിക്കും? ഹൈഡ്രോ കാർബൺ പാർട്ട് അല്ലെ, ആ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഹൈഡ്രോ കാർബൺ പാർട്ട്. ഇപ്പൊ ഇതൊരു ബബിൾ ഫോം ചെയ്തില്ലേ? ഇപ്പൊ ഇതിന്റെ സൈസ് കൊളോയിഡൽ റേഞ്ചിലായില്ലേ? കുറെ പേര് അസോസിയേറ്റ് ചെയ്തിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇത് അസോസിയേറ്റ് കൊളോയിഡാണ്. നോക്കൂ, കോൺസെൻട്രേഷൻ കൂടിയപ്പോ കൂടുതൽ സോപ്പ് ആഡ് ചെയ്തപ്പോഴാണ് ഈ ബബിൾ സോപ്പ് പാത ഫോം ചെയ്തത്. ഇങ്ങനെയാണ് സോപ്പ് മിസലിനെ ഫോം ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോപ്പ് മിസലിന്റെ ഫോർമേഷൻ ആണ് അസോസിയേറ്റ് ക്ലോറിന്റെ എക്സാമ്പിൾ ആണ്. നോക്കൂ കൂട്ടുകാരെ, സോപ്പ് എന്ന് പറയുന്നത് C17H35CO- നിങ്ങൾ അതിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് അത് വിഘടിച്ച് C17H35CO- Na+Y. C17H35CO- ഹൈഡ്രോ കാർബൺ പാർട്ടിനെ ഞാൻ ടെയിലാക്കിയും അയോണിക് പാർട്ടിനെ ഹെഡാക്കിയും കാണിച്ചു. നിങ്ങൾ ഇയാളെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ അയോണിക് പാർട്ട് എല്ലാം വാട്ടർ സർഫസിൽ നിൽക്കും, ഹൈഡ്രോ കാർബൺ പാർട്ട് വാട്ടർ സർഫസിൽ നിന്ന് ദൂരേക്ക് നിൽക്കും. കാരണം ഹൈഡ്രോ കാർബൺ പാർട്ട് ഹൈഡ്രോഫോബിക് ആണ്. അപ്പൊ ഇത് സാധാ ഒരു കോൺസെൻട്രേഷൻ, ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ദെൻ നിങ്ങൾ ഇവിടെ കൂടുതൽ സോപ്പ് ആഡ് ചെയ്ത സമയത്ത് ഇവരെ ഉള്ളിലേക്ക് തള്ളി ഇറക്കപ്പെട്ടു അല്ലെ. ദേ ആർ പുൾഡ് ഇൻടു ദി ബൾക്ക് ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ എന്ത് ചെയ്തു? ഉൾഭാഗത്തേക്ക് ചെന്നപ്പോ അവിടെ ഈ അയോണിക് പാർട്ടികളെല്ലാം സർഫസിലും ഹൈഡ്രോ കാർബൺ പാർട്ട് ഉൾഭാഗത്തെ ശൂന്യമായ സ്ഥലത്തും വെച്ചിട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഫോം ചെയ്തു, ഒരു ബബിൾ ഫോം ചെയ്തു. അതാണ് മിസലിനെ. അപ്പോ സോപ്പ് മിസലിനെ ഫോം ചെയ്തപ്പോൾ ഇത് കൊളോയിഡ് ആയല്ലോ. കൊളോയിഡൽ സൈസുള്ള പാർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ മാക്രോമോളിക്കുലർ കൊളോയിഡിലെ പോലെ അത്രയും വലിപ്പം വരുന്ന കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾ ഫോം ചെയ്തില്ലേ? അപ്പൊ ഇതാണ് സോപ്പ് മിസലിന്റെ ഫോർമേഷൻ. അപ്പൊ കൂട്ടുകാരെ, ഇങ്ങനെയാണ് അസോസിയേറ്റഡ് ക്ലോറൈഡ് ഫോം ചെയ്യുക. ലോവർ കോൺസെൻട്രേഷൻ പ്രശ്നമില്ല, ഹയർ കോൺസെൻട്രേഷൻ ഒരു ക്ലോറൈഡായിട്ട് മാറും. ഇനി ഇത് പറയുമ്പോൾ നമുക്ക് സോപ്പിന്റെ ക്ലീനിങ് ആക്ഷൻ കൂടി വേണമെങ്കിൽ പറയാം. നോക്കൂ, സോപ്പ് മോളിക്യൂൾസ് നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു മിസലിനെ ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ? മിസലിനെ ഫോം ചെയ്യുമ്പോൾ ഈ ഉൾഭാഗത്തുള്ളത് ഹൈഡ്രോ കാർബൺ പാർട്ടും പുറത്തുള്ള അയോണിക് പാർട്ടും അല്ലേ?
സോ ഈ മിസെല്ലെ ഫോം ചെയ്യുന്ന ഒരു ഡേർട്ടിന് ചുറ്റുമാണെന്ന് സങ്കല്പിച്ച്, ഇവിടെ ഡേർട്ട് ഇരിക്കുകയാണെന്ന് സങ്കല്പിച്ച്, ഇവിടെ ഡേർട്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? അപ്പൊ നിങ്ങളെ വാട്ടർ, നിങ്ങളുടെ സോപ്പിലെ ഹൈഡ്രോ കാർബൺ പാർട്ട് ഡേർട്ടുമായി കോണ്ടാക്ട് ഉണ്ടാക്കും, അല്ലെ, മെഴുക്കുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കും. ഇനി അതിന് ചുറ്റുമുള്ള അയോണിക് പാർട്ട് ആരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കും? വാട്ടറുമായി കോണ്ടാക്ട് ഉണ്ടാക്കും. ഇനി വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ അഴുക്കിനെ ഇളക്കി കളയാൻ സാധിക്കും. സാധാരണ വെള്ളം ഉപയോഗിച്ച് അഴുക്കിനെ കഴുകി കളയാൻ ശ്രമിക്കുമ്പോൾ ഓയിലിയായ അഴുക്കുകൾ പോകില്ല. പക്ഷെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നോക്കിയേ, സോപ്പ് മിസെല്ലെ ഫോം ചെയ്യുമ്പോൾ ആ മിസെല്ലെ ഫോം ചെയ്യുന്നത് ഡേർട്ടിന് ചുറ്റുമാണെങ്കിൽ ഹൈഡ്രോ കാർബൺ പാർട്ട്, സോപ്പിന്റെ ഹൈഡ്രോ കാർബൺ പാർട്ട് ഡേർട്ടുമായും അതേസമയം സർഫസിലുള്ള അയോണിക് പാർട്ട് വാട്ടറുമായും കോണ്ടാക്ട് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് അഴുക്കിനെ കഴുകിക്കളയാൻ സാധിക്കും. ഇങ്ങനെയാണ് സോപ്പ് വർക്ക് ചെയ്യുന്നത് എന്ന് കൂടി നമുക്കിവിടെ പറയാം. സോ കൂട്ടുകാരെ, അപ്പൊ ഇത്രയുമായപ്പോ നമ്മുടെ കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സോ ദാറ്റ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപിടിക്കുക. സീ യു ആൾ. താങ്ക് യു.